പിടിച്ചതേ ഉള്ളൂ. ഈ ഒരു പാക്കറ്റിന് വില വരുന്നത് വീണായി കേട്ടോ. ഹേ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം നമ്മുടെ കൃഷിയുടെ അപ്ഡേറ്റ് ആയിട്ട് മാത്രമാണ് നമ്മൾ വന്നേക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, കഴിഞ്ഞ കൃഷിയിൽ നമ്മൾ മേളിൽ, അതായത് നമ്മുടെ പയറും നമ്മുടെ പാവലും എല്ലാം കയറ്റി വിടാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചത് മേളിൽ കൂടെ ഇങ്ങനെ പന്തൽ കയറ് കെട്ടി വിടുമായിരുന്നു. കാരണം നമ്മുടെ ബ്ലോഗിലെല്ലാം നിങ്ങൾ കണ്ടാണ് നമ്മൾ കയറ് കെട്ടുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഈ തവണ ഈ കൃഷിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് മേളിൽ നമ്മൾ വല വിരിക്കുകയാണ്. അതാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് പടർന്ന് പന്തലിക്കാൻ അതിന് പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ തവണ നമ്മൾ ഉപയോഗിക്കുന്നത് കയറല്ല, വലയാണ്. അപ്പം ഇന്ന് ഞാൻ മാത്രമല്ല, നമ്മളോട് നമ്മുടെ ടിൻസപ്പനുണ്ടെങ്കിൽ ടിൻസപ്പനെ കാണിച്ചു തരാം. ടിൻസേ ഹായ്. ദേ നമ്മൾ വല മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ടിൻസ ഇന്ന് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്? അതെ ഗൈസ്, ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് മാത്രമാണ് ഗൈസ്. അപ്പം ഇതൊന്നുമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മുടെ കൃഷിയിൽ നമുക്ക് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ തോട്ടത്തിലോട്ട് നമുക്ക് പോയാലോ, ബാ ഗൈസ്. അപ്പോൾ നമ്മുടെ തോട്ടത്തിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഇതാണ്. നമ്മൾ ഇത് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യണം. ഇതെല്ലാം മാറ്റിയിട്ടതേ നമ്മളിത് സാധനമെല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം നാട്ടി നല്ല ഒരു അടിപൊളി അല്ലേ ടിൻസേ, നല്ല പക്കയായിട്ട് തന്നെ നമ്മുടെ കൃഷി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ആദ്യം ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാം ടിൻസേ. ഇതെല്ലാം നമുക്ക് മുറിച്ച് വിടാം. നമ്മൾ തന്നെയാണോ കിട്ടിയത്? പിടിച്ചതേ ഉള്ളൂ. അന്നുകൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഒരു അരണ ഇപ്പൊ ചാലിച്ചു. ഇത് കഴിഞ്ഞാണ് വെച്ചതിൻ്റെ വേരാണ്. ഇതുണ്ടോ, നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പം. പക്ഷെ വേറെ വഴിയില്ല, കാരണം ഇതിലും നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ്. അത് കാരണം പിന്നെ വിഷമമില്ല അല്ലേ സാർ? ഇവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ പിടിച്ചതാണ്. പക്ഷേ ഉണ്ടല്ലോ പെട്ടെന്ന് വെള്ളം കയറുന്ന ഏരിയ ആയതുകൊണ്ട് ഇതിന്റെ വള്ളി വേണ്ട മേള് വരെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇതിന്റെ ഇവിടെ പടവലാണോ? വേണ്ട ഒരു ഒരു പാവയ്ക്ക, അത് നമ്മൾ നട്ടതിനകത്ത് നിന്ന് വീണയാണ്. മേളി പിടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് വീണ ഇത് കേട്ടോ. ഇവിടെ താണ്ടാ ഗൈസ്, അതുകൊണ്ട് ഉണങ്ങി നിൽക്കുന്നുണ്ടോ? കാണാം അവിടെ, ഇത് കാണത്തില്ലല്ലേ? നമ്മുടെ ഒരു പാവലിൻ്റെ ഒരെണ്ണം ഒന്നല്ല താണ്ട ഇടയ്ക്കൊണ്ട് രണ്ടെണ്ണം കുലിക്കട്ടെ, കുലിക്കത്താക്കി നോക്കാം. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മേടിക്കുന്നത്. പക്ഷെ എല്ലാം രണ്ടെണ്ണം ഉണ്ട് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ടല്ലേ? ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ടല്ലേ അവിടെ? പഴുത്ത് നിന്നാൻ പറ്റൂ? പഴുത്തില്ല, അത് തിന്നാൻ പറ്റത്തില്ലടാ. അത് നോക്കി ഇവിടെ നോക്കി.
ഓയ് കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത പാവലിൻ്റെ ഇതേ കയറി പിടിച്ച് വെളി വളം നിൽക്കുമായിരുന്നു. ഇടയ്ക്കാണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. റബ്ബറുണ്ട്. ഇതിൽ ചിലപ്പോൾ ഈ ഒരു ഇട്ട് കഴിഞ്ഞാൽ കിളുക്കാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ കളയുന്നില്ല, എടുത്ത് വെക്കുവാണ്. ഇത് ഇതുണ്ടോ ആദ്യത്തെ കാലിടാൻ വേണ്ടി കുഴി എടുക്കാൻ വേണ്ടി പോവാണ്. നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാട്ടാം. പടക്ക് നാട്ടാനുള്ള ഫസ്റ്റ് കുറ്റി നമുക്ക് നാട്ടാം. നമ്മൾ 4 കുഴി നമ്മൾ എടുത്തായിരുന്നു. അവിടെ അവിടെ ഇവിടെ. അപ്പോൾ അമ്മൻ്റെ നമുക്ക് കാപ്പിയും കൊണ്ട് വന്നിട്ടുണ്ട്. ടെൻസ് എന്നാടാ കാപ്പിടി? കേസ് ഇനി കാപ്പി പിടിച്ചിട്ട് കേസ് ഒരു ലേശം ഇടവേള എടുത്തേക്കുവാണ്. ഇനി ഒരു കാപ്പി പിടിച്ചിട്ടാകും ബാക്കി. ഗൈസ് അപ്പോൾ നമ്മളിതേ കാലൊക്കെ ഉറപ്പിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി അടുത്ത തന്നെ പരിപാടി വലയിടാൻ പോവല്ലേ? ഗൈസ് അപ്പോൾ നമ്മളിതേ വലയിടാൻ പോവാണ്. അതായത് നമ്മുടെ കൃഷിക്ക് വളർന്ന് പന്തലിക്കാനുള്ള വല ഗൈസ്. അപ്പം നമ്മുടെ കൃഷിക്ക് വളർന്ന് പന്തലിച്ച് കറങ്ങി ഇങ്ങനെ മേഞ്ഞ് നടക്കാനുള്ളൊരു ഏരിയ സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന് നമ്മൾ മേളിൽ കഴിഞ്ഞ തവണ നമ്മൾ കയറാണ് യൂസ് ചെയ്തത്. നമ്മൾ ഈ തവണ വല നല്ല ഫ്രഷ് വലയാണ് നമ്മൾ പോയി മേടിച്ചത്. കണ്ടോ, വലയാണ് നമ്മൾ മേളിൽ കൂടെ ഓടിക്കുന്നത്. ടിൻസേ കയറ്റിയാലോ? എങ്ങനെ പ്ലാൻ എങ്ങനെയാ? ഒരു സൈഡ് കെട്ടി വരാം. ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ വലയൊക്കെ ഏകദേശം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇഞ്ഞാവയും നമ്മുടെ പിള്ളേരും കുളിക്കുന്നുണ്ട്. ഇഞ്ഞാവേ ഹായ്, ഒന്ന് കറങ്ങിച്ചാടാ. അവിടെ കറങ്ങിച്ചാടാവോ? അടുത്ത നമ്മൾ ഇഞ്ഞാവിടെ കറങ്ങിച്ചാട്ടമാണ് കാണാൻ പോകുന്നത്. അവന്റെ നേരത്തെ വീഴല്ലേ? കുറ്റിയപ്പുണ്ടേ. ടാറ്റാ. ആ നീന്ത്. സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പടവലം നടാൻ പോവാണ്. അതിന് നമ്മുടെ പന്തലൊക്കെ ഒന്ന് കാണിച്ചു. നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നടാം. നമ്മൾ നടാൻ പോവാണ്. മുറിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. അരി അതായത് നമ്മുടെ പഴയ ഇതിൽ തന്നെയാണ്, ബാഗിൽ തന്നെയാണ് നമ്മൾ നടാൻ പോകുന്നത്. ഇടുന്നേക്കാട്ടി പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നടുന്നതായിരിക്കും അതിൻ്റെ ഒരു ഇതിപ്പോൾ നമ്മുടെ വെള്ളരി നടാൻ പോകുന്ന നമ്മുടെ ടിൻസാണ്. ഐശ്വര്യമായിട്ടാണ് നീ നട്ടോടാ.
ഇതിനകത്ത് ഇനി ഒന്നും ഉണ്ടായില്ലെങ്കിൽ എന്നെ തരുവേ. അതിനെ പാകിയാൽ മതി. അപ്പോൾ ഈ ഒരു പാക്കറ്റിന് വില വരുന്നത് 30 രൂപയാണ്. അപ്പം നമ്മളെല്ലാം 3 എണ്ണം വെച്ചാണ് മേടിച്ചത്. അപ്പം ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല. നമ്മളിനി ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇത് വെറും ചെറുത് ഒരു സ്റ്റാർട്ടർ മാത്രമല്ല ടിൻസേ. ഗൈസ്, അപ്പം നമ്മുടെ കഴിഞ്ഞ കൃഷിയിൽ പാവയ്ക്കയുടെ അരി നമുക്ക് കുറച്ച് കിട്ടിയായിരുന്നു. ആദ്യമേ നമ്മൾ കാണിച്ചില്ല. അപ്പം ആ അരിയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോവാണ്. പാവയ്ക്കയുടെ അരിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കിളുക്കും. ഇതേ നമ്മൾ പച്ചക്കറി തോട്ടമൊക്കെ നല്ല സെറ്റായി പച്ചക്കറി നട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടോ അല്ലേ ടിൻസേ? നമുക്ക് ഇനിയുള്ള പരിപാടി തന്നെ ചായ കുടിക്കാം. അല്ല ഗൈസ്, നമ്മൾ ഇങ്ങനത്തെ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പം ഈ വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നു. അതുവരെ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ. ഗൈസ്, വേറൊന്നുമില്ല, ചത്ത്. അതുകൊണ്ടാണ്. ബൈ ബൈ ടാറ്റ. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.